സുഹൃത്തുക്കളെ, നസ്രുദ്ദീൻ മല്ല പറഞ്ഞൊരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ നമ്മുടെ നസ്രുദ്ദീൻ മല്ല മരണപ്പെട്ടു. സ്വാഭാവികമായിട്ടും ഡോക്ടറെ വിളിച്ചു. അദ്ദേഹം വീട്ടിൽ നിന്നാണ് മരണപ്പെട്ടത്. ഡോക്ടർ വന്നിട്ട് പരിശോധിച്ചിട്ട് ഒരുപാട് പരിശോധിച്ചതിന് ശേഷം ഭാര്യയോട് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് നസ്രുദ്ദീൻ മല്ല മരണപ്പെട്ടു. അദ്ദേഹം അത് പറഞ്ഞിറങ്ങിയ സമയത്ത് തന്നെ നസ്രുദ്ദീൻ മല്ല മെല്ലെ ഭാര്യയെ വിളിച്ചു പറഞ്ഞു, എടി, ഞാൻ മരിച്ചിട്ടില്ല, ഡോക്ടർക്ക് തെറ്റുപറ്റിയതാണ്. അപ്പോൾ ഭാര്യ പറഞ്ഞത്, നിങ്ങളൊന്നും മിണ്ടാതിരിക്കും മനുഷ്യൻ, പറഞ്ഞു പോയത് ഒരു ചുമ്മാ ഡോക്ടറൊന്നല്ല, MBBS ഒക്കെ പഠിച്ച ഡോക്ടറാണ്, അദ്ദേഹത്തിന് തെറ്റുപറ്റില്ല, നിങ്ങൾ മരിച്ചിട്ടുണ്ടാകും. നസ്രുദ്ദീൻ മല്ല അവിടെ അന്തം വിട്ട് കെടുക്കുക എന്നല്ലാതെ വേറെ രക്ഷയില്ല. ഇത് ഒരു രസകരമായൊരു തമാശ കഥ എന്നതിനേക്കാൾ അപ്പുറത്ത് അതിലൊരു വലിയ സത്യങ്ങളുണ്ട്. ചില ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ അതേപോലെ നമ്മൾ അങ്ങോട്ട് വിഴുങ്ങേണ്ടി വരും. പറയുന്ന ഇന്ന ആൾക്കാരാണല്ലോ, അത് സത്യമായിരിക്കുമല്ലോ എന്നുള്ളതാണ് നമ്മളൊക്കെ പല ധാരണ. ഞാനിങ്ങനെ ഈ കഥ പറയാൻ കാരണം, ഇത് ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവിൻ്റെ ഇന്നലെ ഇറങ്ങിയ ഒരു ലേഖനത്തിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരിക്കും. എപ്പോഴെങ്കിലും ആർക്കെങ്കിലും വേണ്ടിയിട്ട്, ഒരുപക്ഷെ അച്ഛന് വേണ്ടിയിട്ടോ അമ്മയ്ക്ക് വേണ്ടിയിട്ടോ മക്കൾക്ക് വേണ്ടിയിട്ടോ ഒക്കെ, എനിക്ക് ഭാര്യയ്ക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു കൂട്ടിരിപ്പുകാരായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് പറയുന്നതിനൊപ്പം തന്നെ ഞാൻ പറയുകയാണ്, നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യാവകാശ ധ്വംസനം, മനുഷ്യാവകാശം ഹനിക്കപ്പെടുന്ന ഏതെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ അത് മിക്കവാറും അത് ഹോസ്പിറ്റലുകളായിരിക്കും. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച തൃശ്ശൂരിലെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു. ആ ഒരു മെഡിക്കൽ കോളേജിൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒന്നെനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം ആദ്യമേ പറയട്ടെ. സ്ത്രീകളായിട്ടുള്ള അറ്റൻഡർമാർ അല്ലെങ്കിൽ സ്ത്രീകളായിട്ടുള്ള അവിടെയുള്ള സെക്യൂരിറ്റി ഗാർഡുകളായിട്ട് നിൽക്കുന്ന ആളുകളുടെ അഹങ്കാരം നമുക്ക് പറഞ്ഞറിയിക്കാതിരിക്കാൻ സാധിക്കില്ല. എല്ലാവരും ഇല്ല കേട്ടോ. ഒരു 10 പേരെ എടുത്തു കഴിഞ്ഞാൽ 2 പേരെ നമുക്ക് ഒഴിവാക്കാം, വളരെ മാന്യമായിട്ട് നമ്മളോട് ഇടപെടും. ബാക്കിയുള്ള 8 പേരും വൃത്തികെട്ട രീതിയിലാണ് പെരുമാറുക. അവരെ നമ്മൾ സാർ എന്നൊക്കെ വിളിച്ച് പച്ച മടക്കി നിൽക്കണമെന്നുള്ളൊരു ഭാവത്തിലാണ് അവരൊക്കെ പെരുമാറുക. ഒരുപക്ഷെ 12 മണിക്ക് അവിടേക്ക് എൻ്റർ ചെയ്യാൻ പാടുള്ളെങ്കിൽ അവർ ഭയങ്കര ഭീകരമായ ഒരവസ്ഥയിൽ നിൽക്കും. ഒരുപക്ഷെ അകത്ത് ഇരിക്കുന്ന ആളുകൾക്ക് എന്ത് തന്നെ സംഭവിച്ചാലും നമ്മളവിടെ എത്തിപ്പെടണം. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഞാൻ പോകുന്ന എൻ്റെ മകൻ്റെ ഒരു പൊള്ളലുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്കാണ്. കഴിഞ്ഞ ഒരാഴ്ച ഹോസ്പിറ്റലായിരുന്നു. ഭാര്യ മാത്രമാണ് അവിടെ നിൽക്കുന്നത്. ഒരാൾക്ക് മാത്രമാണ് ഒരു ബൈസ്റ്റാൻഡറായിട്ട് അവിടെ നിൽക്കാൻ സാധിക്കുള്ളൂ, 2 പേർക്ക് നിൽക്കാൻ സാധിക്കില്ല. ഈ ബൈസ്റ്റാൻഡായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് നേരമ്പിൽ ഇരിക്കാനോ അല്ലെങ്കിൽ ആ രോഗിയുടെ തൊട്ടടുത്ത് കിടക്കാനുള്ളൊരു കിടപ്പിന് വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമൊന്നും അവിടെയില്ല. അവരെങ്ങനെയെങ്കിലും കിടന്നുകൊള്ളണം, അവർ വെറും നിലത്ത് കിടന്നുകൊള്ളണം, അവർ പായിട്ട് കിടന്നുകൊള്ളണം. അവർക്ക് കൊതു കടിക്കുന്നുണ്ടോ എന്നൊന്നും അവിടെ ഒരു വിഷയമേ അല്ല. ഒപ്പം തന്നെ കൂട്ടിരിപ്പുകാരെന്ന് പറഞ്ഞു പോകുന്ന എന്നെപ്പോലുള്ള അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് അവിടെ ഇടമില്ല എന്ന് മനസ്സിലാക്കണം. അവർ ഹോസ്പിറ്റലിൻ്റെ ആ വാർഡിന് പുറത്ത് ഇത്ര സമയം കഴിഞ്ഞാൽ അവരെ പുറത്താക്കും. അവർ പിന്നെ ഇരുന്നും കിടന്നും നടന്നും നേരം വിളിപ്പിക്കുകയാണ്. ഒരുപക്ഷെ 1-2 ദിവസമല്ല ഇങ്ങനെ ഉറക്കം വച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ 1-2 ദിവസങ്ങൾക്കപ്പുറം 6, 7, 8 ദിവസമായിരിക്കും. ഇങ്ങനെ ഉറക്കമുളച്ച് അവിടെ ഇരിക്കുന്ന ഇത്തരം രോഗികൾ മിക്കവാറും ഒരു 6-ാമത്തെയോ 7-ാമത്തെ ദിവസം കഴിയുമ്പോഴേക്ക് അവരൊരു പകുതി രോഗികളായി മാറിയിരിക്കും. കാരണം ഉറക്കമില്ലാതെ 3 ദിവസം 4 ദിവസം അല്ലെങ്കിൽ 7 ദിവസമൊക്കെ തള്ളി നിൽക്കുക എന്നൊക്കെ പറയുന്നത് അതിഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും. ഇങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് അവിടുത്തെ ആശുപത്രി അധികൃതർ ഇത്തരം ആളുകളെ മാറ്റി തീർക്കും എന്നുള്ളതാണ്. അവർക്ക് ഒരവകാശങ്ങളുമില്ല എന്നാണ്. അവരെവിടെയെങ്കിലും കിടന്നുകൊള്ളണം. ഞാൻ ഒരിക്കൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ നമ്മുടെ കോഴിക്കോടിൽ അമ്മയുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് പോയ സമയത്ത് എനിക്ക് ഹോസ്പിറ്റലിന് പുറത്ത് വെറും നിലത്ത് പായക്ക് പകരം എനിക്ക് പായ ഉണ്ടായിരുന്നില്ല. അന്ന് മേടിച്ചിരുന്നില്ല, സാമ്പത്തിക പ്രശ്നം കാരണം അന്ന് പായ മേടിച്ചിരുന്നില്ല. ഒരു എന്താ പറയുക, ഒരു കടലാസ് വിരിച്ച് കിടന്നുറങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഭാഗ്യത്തിന് എന്നെ കൊതുകുകൾ എടുത്തു കൊണ്ടുപോയി വേറെ സ്ഥലത്ത് ഇട്ടില്ല. ഒരല്പം കനമുള്ളത് കൊണ്ട് എടുത്തു കൊണ്ടുപോയി ഇട്ടില്ല എന്ന് വേണമെങ്കിൽ അതിശോക്തി പറയണില്ല. അത്രയ്ക്ക് ഭീകരമായിരുന്നു കൊതിൻ്റെ ആക്രമണം. അതായത് ഇങ്ങനെ പുറത്തു പോയി കിടക്കുന്ന കൂട്ടിരിപ്പുകാർ എന്ന് പറഞ്ഞു ഇരിക്കുന്ന ആളുകളെ ഒരു ലെവലേശ പോലും പരിഗണനയില്ല. അവർക്ക് ഒന്ന് കിടന്നുറങ്ങുവാനുള്ള സൗകര്യം ഒരു ഹോസ്പിറ്റലും ഒരുക്കില്ല എന്നുള്ളതാണ്. അവർക്കൊന്ന് സ്വസ്ഥമായിട്ട് അവരുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ ഒരു ഹോസ്പിറ്റലും നിർവഹിക്കില്ല. ഈവൻ കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രശ്നം, ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ
ഭക്ഷണം കഴിച്ച ഒപ്പമുള്ളൊരു കൂട്ടിരിപ്പുകാർക്ക് ഒരു വയസ്സായ സ്ത്രീയായിരുന്നു, അവർക്കത് വയറിളക്കം പിടിച്ചു. ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ അത് വേറെ ഒരു സ്ഥലത്തു നിന്ന് അവർ ഭക്ഷണം വാങ്ങിച്ചിട്ടില്ലെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട് എന്ന് ഉണ്ടായിട്ടും വേറെ കാര്യം നടക്കില്ല. ഞാൻ എൻ്റെ കുഞ്ഞുമായി ബന്ധപ്പെട്ട പോകുന്നത്, കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും ഒരു നല്ല ഫുഡ് എന്നൊക്കെ പറയുന്നത് കഞ്ഞി മാത്രമല്ല, അവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല ഫുഡ്സുകളുണ്ട്. ഇതൊന്നും നമുക്ക് ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ നമുക്ക് കിട്ടില്ല. പിന്നെ എന്തിനാണ് അത്തരം ക്യാൻറ്റീനുകളൊക്കെ ഈ ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ എന്ന പേരിലൊക്കെ ഇങ്ങനെ നടത്തപ്പെടുന്നു? എനിക്ക് വലിയ പിടുത്തമൊന്നും കിട്ടുന്നില്ല. എന്തൊക്കെയായാലും ഞാൻ പറഞ്ഞു വന്നത് ഈ കൂട്ടിരിപ്പുകാരെ കുറിച്ച് മാത്രമാണ്. ഈ കൂട്ടിരിപ്പുകാരെ ചുരുക്കി പറഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും അതിഭീകരമായിട്ടുള്ള അസുഖമായിട്ട് അവിടുന്ന് പോകേണ്ട ഒരു അവസ്ഥ കൂടി അവർക്കുണ്ടാകുന്നത്. കാരണം വെറും നിലത്താണ് കിടന്നുറങ്ങുന്നത്, ഒരു പായ ഇട്ടിട്ടൊക്കെയാണ് കിടന്നുറങ്ങുന്നത്. അവർക്ക് കൃത്യമായിട്ടുള്ള ശൗചാലയ സൗകര്യങ്ങളും മറ്റൊന്നും അവിടെ ഒരുക്കി കൊടുക്കണമെന്നില്ല. അവരോട് ഒട്ടും മനുഷ്യത്വമല്ലാത്ത രീതിയിൽ പെരുമാറുക. ഇവൻ ഉള്ളിലുള്ള ആളുകൾക്ക്, രോഗിക്ക് എന്തെങ്കിലും ഒരു വളരെ പെട്ടെന്ന് എന്തെങ്കിലും കൊണ്ടുകൊടുക്കാനുണ്ടെങ്കിൽ, ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് അവിടെ എത്തിക്കണം എന്ന് പറയുന്നത് നമ്മുടെ അപേക്ഷയൊന്ന് കൈക്കൊള്ളുവാൻ പോലും അവിടെയുള്ള ഈ കാവൽക്കാരെന്നൊക്കെ പറയപ്പെടുന്ന അറ്റൻഡർമാർക്ക് ഒട്ടും ദയയില്ലാത്ത രീതിയിൽ നമ്മൾ തള്ളി മാറ്റപ്പെടും. പിന്നെ നമ്മൾ അവരോട് ഷൗട്ട് ചെയ്യണം, നമ്മുടെ വിഷമങ്ങളൊക്കെ അവരോട് പറയണം എന്ന് പറഞ്ഞ് അവർക്ക് മനസ്സലിഞ്ഞാൽ മാത്രം ഒരു മനുഷ്യത്വപരമായിട്ടുള്ള ഇടപെടൽ പോലും അത്തരം ആളുകൾ നമുക്ക് കിട്ടില്ല എന്നാണ്. ഒരുപക്ഷെ അത് അവിടുത്തെ ചില നിയമങ്ങൾ കൊണ്ടായിരിക്കാം. ഈ നിയമങ്ങൾക്ക് അപ്പുറത്ത് മനുഷ്യനെന്നുണ്ടല്ലോ, അല്ലെങ്കിൽ മനുഷ്യത്വം എന്നൊന്നുണ്ടല്ലോ എന്നൊന്നും ഇവർ മനസ്സിലാക്കാത്തത് എന്താണ് എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. എന്തായാലും ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് പറഞ്ഞത് ഞാൻ ആവർത്തിക്കട്ടെ, നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നത് ഹോസ്പിറ്റലുകളിലാണ്, അതും ഹോസ്പിറ്റലിലെ ഈ കൂട്ടിരിപ്പുകാർക്കാണ് എന്ന് ഒരിക്കൽ കൂടി ഞാനുകൂടി അതിനൊപ്പം നിന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഇതെല്ലാം അനുഭവിച്ച ഒരു ആളെന്ന നിലയ്ക്ക്. ബൈ.